സാന്ദ്രാനന്ദാവബോധാത്മകമരുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 65-ാമത്തെ ദശകം 4 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. സന്ദർഭം: ഓടക്കുഴൽ കേട്ട് ഗോപികൾ എല്ലാ പ്രവൃത്തികളും അവിടട്ട് എവിടെ എത്തിയേച്ചാൽ അവിടെ വച്ച് നിർത്തി. കാന്താരദേശം അഭി കാന്തതനോ, ഹേ കാന്തതനോ സുന്ദര, കാന്താരദേശത്ത് എത്തിച്ചേർന്നു. വസ്ത്രാഭരണങ്ങളൊക്കെ മറിച്ചും തിരിച്ചും ഇട്ട് തെറ്റിയണിഞ്ഞ് മൂക്കത്ത് അഞ്ജനം എഴുതുക, കണ്ണിലെഴുതേണ്ടതിന് പകരം പ്രകാരം താ ഏവ സംരുചിരേ, സംരുചിരേ 2 രൂണ്ട്, സംരുചിരേ തവ ലോചനായ, അങ്ങയ്ക്ക് കൂടുതൽ കണ്ണിന് ഇഷ്ടം തോന്നിയത് വസ്ത്രാഭരണങ്ങൾ നേരെ അണിയാത്തവരെയാണ്. കാരണം അതിലല്ല ശ്രദ്ധ, തന്നിലെത്താനാണ് എന്നതുകൊണ്ട് അവരെ കൂടുതൽ ഭഗവാൻ ഇഷ്ടപ്പെട്ടു. ഇതിനെ ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ്. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീഞ്ച കണ്ഠഭുവി ദേവസമാഗതാത്വാം ഹാരിത്വം ആത്മജഗനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുക്തമുഖീ വിശേഷാത്. കഴുത്തിൽ അണിയേണ്ട വസ്തുവാണ് ഹാരം അല്ലെങ്കിൽ മാല. അതെവിടെ അണിഞ്ഞു? അരയിലാണ് കെട്ടി, അരപ്പട്ടയണ വിചാരിച്ചിട്ടേ. ഹാരം നിദംബം അരക്കെട്ട്, ഭുവി കാചനധാരയന്തി ഒരുത്തി കഴുത്തിൽ അണിയേണ്ടതായിരിക്കുന്ന മാല കൊണ്ടുപോയിട്ട് അരയിലാണ് അണിഞ്ഞത്. ഹാരം നിദംബഭുവി കാചന ഒരുത്തി, കാചന ഒരുത്തി, ധാരയന്തി കാഞ്ചിഞ്ച കണ്ഠഭുവി ദേവസമാഗത ത്വാം. വേറൊരുത്തി അങ്ങയുടെ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാ? കാഞ്ചിഞ്ച കണ്ഠഭുവി, കാഞ്ചി അരക്കെട്ട്, അരപ്പട്ട. നേരത്തെ പറഞ്ഞതിൻ്റെ വിപരീതമാണ്. അരപ്പട്ട കഴുത്തിലും അണിഞ്ഞു, അരയിൽ അഴിയേണ്ടത് കഴുത്തിലണിഞ്ഞു. കാഞ്ചിഞ്ച കണ്ഠഭുവി, കാഞ്ചി അരപ്പട്ട, അരപ്പട്ട അരയിലാണ് അണിയേണ്ടത്, അതിന് പകരം എവിടെ അണിഞ്ഞു? അവർ കഴുത്തിലണിഞ്ഞു. കാഞ്ചിഞ്ച കണ്ഠഭുവി ദേവസമാഗതാത്വം, അങ്ങനെ അങ്ങയുടെ അടുത്തേക്ക് വന്നു എന്നർത്ഥം. ഹാരിത്വമാത്മജഗനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ബഭാഷൈവ മുക്തമുഖീ വിശേഷാൻ. അവിടെ ഒരു പ്രയോഗം നടത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊരു കവിയുടെ ഉൽപ്രേക്ഷയാണ്. എന്താ കവി പറഞ്ഞത്? ഹാരിത്വം വാക്കിൻ്റെ അർത്ഥം മനോഹാരിത, ഹാരിത്വം മനോഹാരിത. മാല ഉണ്ട് എന്ന അർത്ഥവും ആവാം. ഹാരിത്വം മാലയുള്ളത്, ഭംഗിയുള്ളത്, 2 അർത്ഥത്തിൽ ഇവിടെ പറയും. തൻ്റെ അരക്കെട്ട് ഭംഗിയുള്ളതാണ് എന്ന് ഭഗവാനെ ബോധിപ്പിച്ചു. ആത്മജഘനസ്യ, ജഘനം അരക്കെട്ട്, എൻ്റെ അരക്കെട്ട് ഹാരിത്വമുള്ളതാണ്. മാലയുള്ളത് എന്നും സുന്ദരം ഭംഗിയുള്ളത് സൗന്ദര്യമുള്ളത് എന്നും. മുകുന്ദ, എൻ്റെ ജഘനം ഹാരിത്വമുള്ളതാണ് എന്ന് കണ്ടോളുക, എന്നറിയണം എന്ന് വിചാരിക്കുന്ന പോലെ. അവിടെ ഹാരിത്വത്തിന് 2 അർത്ഥമാണ്. മാലയുള്ളത് എന്നും ആവാം, ഭംഗിയുള്ളത് എന്നും. അവിടെ കെട്ടിയിട്ടുണ്ട് മാല, അതുകൊണ്ടാണ് മാലയുള്ളത്. വ്യക്തം ബഭാഷൈവ, അങ്ങനെ പറയുന്നത് പോലെ. മുക്തമുഖി വിശേഷ, സുന്ദരിയായിട്ടും മനോഹരമായ മുഖത്തോടു കൂടിയിട്ടും അവൾ സ്ഥിതി ചെയ്തു. ഹാരിത്വം ആത്മജഘനസ്യ മുകുന്ദ, ഹേ മുകുന്ദ, മേ ജഘന ഹാരിത്വം ഉള്ളതാണ് എന്ന് പറയുന്നത് പോലെ. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക
വ്യാമോഹതപരവധൂവിരലക്ഷ്യമാണ ത്വാമായയോ നിരുപമപ്രണയാതിഭാരരജാഭിഷേകവിധയേ കലശീധരേവാ. ഇവിടെ ലേശം ഇങ്ങനെ മാറിടത്തെ ശൃംഗാരപരമായിട്ട് കുറച്ചിങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ്. കവികൾക്ക് അങ്ങനെയാണല്ലോ. പുനരസജ്ജിത കഞ്ചുളീക. രണ്ടൊന്നും ഈ ജാക്കറ്റൊന്നുമില്ല, ഈ തുന്നി കൂട്ടുന്ന വസ്ത്രമൊക്കെ പിന്നെ വന്നതാണ്, തുന്നൽ തന്നെ പിന്നെ വന്നതാണല്ലോ. കഞ്ചുളീകം മുലക്കച്ച എന്ന് കെട്ടുകയാണ് ചെയ്യുക, മറയ്ക്കാൻ. അത് വേണ്ട പോലെയൊക്കെ കെട്ടാൻ സമയവും കിട്ടിയില്ല. പരിഭ്രമം കൊണ്ട് അത് മുഴുവനാക്കാണ്ട് മുഴുവൻ മറയ്ക്കാതെയാണ് വന്നിരിക്കുന്നത് ഒരാൾ. അസജ്ജിത കഞ്ചുളീക. സജ്ജിത എന്ന് പറഞ്ഞാൽ നേരെയാക്കപ്പെട്ട, അസജ്ജിത നേരെ ചെയ്യാത്ത, വിപരീതം. അസജ്ജിത കഞ്ചുളീക വ്യാമോകത പരവധൂപിരലക്ഷ്യമാണ്. പരവധൂപി അങ്ങയുടെ വേണുഗാനം കേട്ടിട്ട് എല്ലാം മറന്ന് മറ്റ് സ്ത്രീകൾ ഇതറിയില്ലേ എന്ന ചിന്തയൊന്നും ഇല്ല തന്നെ. ആരെങ്കിലുമൊക്കെ കാണില്ലേ മാറുമറയ്ക്കാണ്ട് പോയാൽ എന്ന ചിന്തയൊന്നും മനസ്സിൽ വന്നില്ല. ഭഗവാൻ 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 എന്ന ഒരൊറ്റ ചിന്ത കാരണം മറ്റുള്ളവരാൽ കാണുമോ എന്ന ചിന്ത ഉപേക്ഷിച്ചിട്ട്, അതില്ലാതെ എന്നർത്ഥം. പരവധൂപിരലക്ഷ്യമാണ്. വധു സ്ത്രീകളാണ്. നമ്മൾ പറഞ്ഞാൽ വധു എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, സ്ത്രീകൾക്കും വധു എന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. വധു വധു എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥമേ ഉള്ളൂ, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്നർത്ഥമില്ല. അപ്പോൾ പരവധൂപിരലക്ഷ്യമാണ്. അവരാൽ പോലും കാണുമോ എന്ന ചിന്ത ഇല്ലാതെ നിരുപമ പ്രണയാധിഭാര, അങ്ങയിൽ അതിരില്ലാത്ത പ്രേമത്തോടുകൂടി. നിരുപമം ഉപമ ഇല്ലാത്തത്, ഉപമ ഇല്ലാത്ത രീതിയിൽ അത്രയധികം സ്നേഹഭാരത്തോടുകൂടി അങ്ങയെ രാജ്യാഭിഷേകവിധയെ, പ്രേമസാമ്രാജ്യത്തിൽ അങ്ങയെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാൻ അതിനെന്ത് വേണം? ജലം വേണം അല്ലേ? ആ ജലം കരുതാനുള്ള കുടം പോലെ തോന്നിക്കുന്ന മാറിടത്തോടു കൂടി വന്നു. ശൃംഗാരവർണ്ണനയാണ്. രാജ്യാഭിഷേകവിധയെ, നിരുപമമായിരിക്കുന്ന പ്രേമരാജ്യത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജാവായിട്ട് അംഗീകരിക്കാൻ, രാജാവായിട്ട് അങ്ങേ അഭിഷേകം ചെയ്യാൻ, രാജ്യാഭിഷേകവിധയെ പ്രേമസാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാനുള്ള കുടം കൊണ്ടുവന്നതാണ്. 2 കുടം കൊണ്ടുവന്നതുപോലെ മാറിടം മറയ്ക്കാതെ ഒരു സ്ത്രീ അവിടെ എത്തിച്ചേർന്നു. ത്വാം ആയയൗ. കഞ്ചുളി എന്ന് പറഞ്ഞാൽ മുലക്കച്ച. കാജിത് കുജേ, കജേല, കജെന്ന് പറഞ്ഞാൽ തലമുടിയാണ്, കുജെന്ന് പറഞ്ഞാൽ മാറിടം, സ്തനം. കുജാണ്. കുജേ പുനൊക്കെ തെറ്റ് വരുത്തണം. കജയെന്ന് വായിക്കും. തലമുടി വേണ്ടിടത്ത് കുജയെന്ന് വായിക്കാൻ പറ്റുമോ? കുജയെന്ന് വേണ്ടിടത്ത് കജയെന്ന് പറ്റുമോ? കുജേ, ആ കുനി പലപ്പോഴും അബദ്ധം ഉണ്ടാക്കും. കാരണം മലയാളത്തിൽ വളരെ ചെറുതാണ് ആ കുജം. സംസ്കൃതത്തിൽ അത് വേറെ രീതിയിലാണ്, താഴത്താണ് മുറുക്കുണ്ടാവുക. അപ്പോൾ അത് തെറ്റില്ല. ഇവിടെ കായും കൂയും പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കുജേ പുനരസുചിത കഞ്ചുളീക വ്യാമോഹത പരവധൂവിരലക്ഷ്യമാണ്. മറ്റുള്ളവരൊക്കെ കാണില്ലേ ഇങ്ങനെ മാറുമറയ്ക്കാണ്ട് പോയാൽ എന്ന് ചിന്തിക്കാതെ ത്വാമായയോ നിരുപമ പ്രണയാതിഭാരരാജ്യാഭിഷേകവിധയെ കലശീധരേവ. പ്രേമസാമ്രാജ്യത്തിൽ രാജാവായിട്ട് രാജകുമാരനായിട്ട് അഭിഷേകം ചെയ്യാനുള്ള ജലവുമായി 2 കുടം കൊണ്ട് വന്നവൾ എന്ന പോലെ കാണപ്പെട്ടു. അസജ്ജിത കഞ്ചുളീക ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാരം നിദംബഭുവി കാചനധാരയന്തി. അരയിൽ കഴുത്തിലിടേണ്ട മാല അരയിൽ ധരിച്ചു. നിദംബം അരക്കെട്ട്. കാഞ്ചിഞ്ച കണ്ഠഭുവി ദേവസമാഗത്ത്, അതിൻ്റെ വിപരീതം. അരയിൽ കെട്ടേണ്ടത് കഴുത്തിൽ കെട്ടി. എന്തിന്? ഹാരിത്വമുണ്ട് എൻ്റെ അരക്കെട്ടിന് എന്ന് കണ്ടോളാൻ. ഹാരിത്വം ആത്മജഗനസ്യ മുകുന്ദ. ഏ മുകുന്ദ, ആത്മജഗനസ്യ ഹാരിത്വം അങ്ങ് കണ്ടാലും.
തുഭ്യം വ്യക്തം ബഭാഷൈവ മുക്തമുഖീ വിശേഷ കാചിത് കുജേ പുനരസച്ചിത കഞ്ചുളീക വ്യാമോഹത പരവധൂപിരലക്ഷ്യമാണ്. അലക്ഷ്യം കാണാതെ, കാണും എന്ന് വിചാരിക്കാതെ മായയോ അങ്ങയുടെ അടുത്തേക്ക് എത്തി. എങ്ങനെയാ? നിരുപമ പ്രണയാതിഭാരരാജ്യാഭിഷേക വിധയേ കലശീ ധരേവ കലശം കുടം. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.